ശബരിമലയിലെ ദേവഹരിതം തെച്ചി പൂങ്കാവനത്തിൽ 2000 തൈകൾ നട്ടുപിടിപ്പിച്ച് വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശി അയ്യപ്പ ഭഗവാനെ പൂജാപുഷ്പങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മഹനീയ യജ്ഞത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ഡോക്ടർ ഐശ്വര്യ സുരേഷ് കണ്ണിയായത്. ദർശന പുണ്യത്തിനായി ഭക്തജന ലക്ഷങ്ങൾ എത്തുന്ന ശബരിമലയിൽ ദേവഹരിതം എന്ന പേരിലാണ് പൂന്തോട്ടം ഒരുക്കിയത്. 2 ദിവസം മുമ്പ് സഹോദരി പുത്തൻ പ്രദീപ് കണ്ണൻ, സുഹൃത്തുക്കളായ ജയൻ, ഷിജു എന്നിവരോടൊപ്പം എത്തിയാണ് ദേവസ്വം അധികൃതരോട് ചേർന്ന് ഐശ്വര്യ സുരേഷ് തൈനടിയിൽ പൂർത്തിയാക്കി മടങ്ങിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ദേവസ്വം മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ, ദേവസ്വം കമ്മീഷണർ CV പ്രകാശ്, ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് ശേഖർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനിവാസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് എന്നിവർ ചേർന്നാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 45 ദിവസങ്ങൾ കൊണ്ട് വിളവെടുക്കാവുന്ന ഹൈബ്രിഡ് ഇനം തെച്ചി തൈകൾക്കൊപ്പം മുല്ല, ഗണപതി നാരങ്ങ എന്നിവയുടെ തൈകളും നട്ടുപിടിപ്പിച്ചു. ചെടികളുടെ പരിപാലനം ദേവസ്വം ജീവനക്കാർ ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ തരിശു കിടക്കുന്ന ഭൂമികളിൽ പുഷ്പങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഉദ്യാനം ഒരുക്കുന്ന പ്രവർത്തനം സുരേഷ് ഏറ്റെടുത്തത്. നേരത്തെ പാർലിക്കാട് സ്വന്തം സ്ഥലത്ത് തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങൾക്കായി സൗജന്യമായി പുഷ്പങ്ങൾ നൽകാൻ സുരേഷ് ഒരുക്കിയ പുഷ്പ ഉദ്യാനവും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പാർലിക്കാട് നിന്നും ആദ്യ പൂക്കുട ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായി ഏറ്റുവാങ്ങാൻ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എത്തിയതും ഭക്തന്റെ ആത്മസമർപ്പണത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി. തുടർന്നാണ് ശബരിമലയിലും ഉദ്യാനമൊരുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥിനെ സമീപിച്ചത്. വിശ്വാസ പുണ്യം മുറുകെ പിടിച്ച ഭക്തനെ പൂർണ്ണ പിന്തുണ നൽകി ഉദ്യോഗസ്ഥരും മറ്റ് ദേവസ്വം അധികൃതരും ഉൾപ്പെടെ നിലകൊണ്ടതോടെ പുണ്യപൂങ്കാവനത്തിൽ പുതുചരിത്രവും പിറന്നു. കാനനവാസനെ പൂജാപുഷ്പങ്ങൾ ലഭ്യമാക്കാൻ പൂന്തോട്ടം ഒരുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നതായി ഐശ്വര്യ സുരേഷ് പറയുന്നു. നിർധന വിഭാഗങ്ങൾക്ക് കരുതലൊരുക്കിയും അശരണർക്ക് ആശ്രയമേകിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാണ് ഈ വടക്കാഞ്ചേരി സ്വദേശി. ഇതുപോലെ തന്നെ തെച്ചി, തുളസി, കാട് പിടിച്ച് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഗുരുവായൂർ തന്ത്രി മുന്നേ നമ്മൾ പാർലിക്കാട് ഒരു പുഷ്പോദയനം ഞാൻ സ്വന്തമായി ചെയ്തിരുന്നു. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞിരുന്നു. അത് കേരളം ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ള മാതിരിയാണ് തോന്നുന്നത്. പല ക്ഷേത്രങ്ങളിലും വെച്ചുപിടിക്കുകയും പുതിയതായിട്ട് പല ക്ഷേത്രങ്ങളിലും ഇത് വെക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. ഇതിൻ്റെ ശബരിമലയിലെ ബിജു സാറ് ഉൾപ്പെടെ അതിൻ്റെ എല്ലാ ജീവനക്കാരും, ട്രാക്ടർ ഓടിക്കുന്ന അജിയേട്ടം മുതൽ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് നല്ല കാര്യങ്ങൾ ആര് ചെയ്യണോ അവർക്കൊക്കെ എല്ലാവരും പ്രകൃതി വരെ അനുകൂലമായി നിൽക്കുന്നവരാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇത്രയും നല്ല കാര്യം വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. ഇതിനെ സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ന്യൂസ് ഡെസ്ക് വീണ ന്യൂസ്.